വേടൻ എന്ത് ചെയ്തോ, വേടനെ ആര് കൊണ്ടുപോയി എന്നുള്ളതല്ല, ഇത്രമാത്രം അത് ചർച്ചയാവാൻ തക്കവണ്ണം വേടൻ വളർന്നു എന്നുള്ളതാണ്. ആ വേർഡ് പല സ്ഥലത്ത് പല കാര്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഈ കായ് കായ് എന്ന് പറഞ്ഞ സാധനം. കായ് 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 ഹുക്കായിട്ട് വേണ്ടത് കായ് കായാന്ന് എങ്ങനെയാ തീരുമാനിച്ചത്? ഒരു ഓർമ്മയില്ല സത്യം പറഞ്ഞത്. കാലകത്തി വെച്ചപ്പം കരിപിടിച്ച തത്തമ്മ. എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ചതിയാണ്. കാലകത്തി വെച്ചപ്പോ എക്സ്പെക്ട് ചെയ്യാത്ത കരി പിടിച്ച തത്തമ്മ. ഇങ്ങനെ വൈറലാവും അല്ലെങ്കിൽ ഇങ്ങനെ ആവുന്നൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അത് തുടങ്ങുമ്പോ ഒരു നമ്പറൊക്കെ എഴുതി കാണിക്കും, ഒരു ലൊക്കേഷൻ. അതായത് ഞാൻ തലകുത്തി ചിന്തിച്ചാൽ പോലും എനിക്ക് ആ നമ്പർ എന്താന്ന് വരെ അറിയില്ല. കഞ്ചാവ് തുന്നിയിട്ട കുപ്പായ എന്നാണ് അതിന്റെ ഹെഡ്ലൈനൊക്കെ വിട്ടേന്ന്. വേടൻ വീഴണമെന്ന് കാത്തിരിക്കണ കുറേ പേരുണ്ട്, കണ്ട് ചിരിക്കുന്നവരുണ്ടാവും. വേടൻ എന്നുള്ളൊരു കലാകാരൻ, അവൻ്റെ കല, അവൻ്റെ വരികൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുള്ള. കാരണം 3-ന്റെ അന്ന് വന്നില്ലേ മറ്റേ പോസ്റ്റുകളും പരിപാടിയും, നമ്മളൊക്കെ ഒളിവിലായിരുന്നു. ഞാനും ഡാപ്സി മറ്റേ കിളിച്ചുള്ള മാമ്പഴത്തിൽ വാരിക്കെട്ടിക്കോടാ സീനില്. ഓരോ വാർത്ത കഴിയുമ്പോഴും ടെൻഷൻ കൂടിയരാ. ആരെങ്കിലും കയറി വന്ന് എന്തിനാ വെറുതെ ഒരു തല പത്രത്തിലും മറ്റേ വാർത്തയിലും കൊണ്ടുപോയി കൊടുക്കണേ. കാരണം പേടിയാണ് ഇവർക്ക്. ഒരു ദിവസം ഓടിക്കാനുള്ള ഒരു കണ്ടന്റൊക്കെ ആയിട്ട് ഞാൻ ഇന്നെ കൊണ്ടൊക്കെ പറ്റും. സൗത്തിൻ്റെ കീശക്ക് കായ്ക്ക് സ്കോപ്പ്, കക്കാൻ അറിയില്ല നയിപ്പന നയിപ്പ്, ആരാൻ്റെ കീപ്പട്ട് വന്ന് കൈക്കൂപ്പ്, കാലം കെട്ട് കോലം കെട്ട് കയ്യിലാക്കി ഹൈപ്പ്. കായ ഇറങ്ങിയ സമയത്ത് ബേബിജിന് ഒരു സ്ത്രീ വിരുദ്ധനാണെന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. ഇല്ലല്ലേ, തമ്മിൽ വരെ കച്ചവടാണ്. ഇതിപ്പോ എല്ലാരും ചോറ് വയ്ക്കാനുള്ള പരിപാടി ഇത് ഇങ്ങനെ തന്നെയാണ്. കേരളത്തിലോ ഇന്ത്യയിലാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കട്ടെ വന്നതാണ്. ഉറപ്പായിട്ടും നമുക്കിപ്പോ ഫോൺ എടുത്ത് റീല് തുറന്നു നോക്കി അറിയാം ആരെയാണ് ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നതെന്ന്. മറുപടികൾ കൊടുത്തിട്ട് വെറുതെ തല ചൊറിയാന്നല്ലാതെ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633888575. റാപ്പർ പെർഫോമർ ബേബിജിനാണ് ചേരുന്നത് മൂവി വേൾഡ് മീഡിയ പോഡ്കാസ്റ്റിൽ. നമസ്കാരം. നമസ്കാരം. ഈ കായ് കായ് എന്നുള്ള ആ ഒരു വോയിസ് അത് ഒരുപാട് പേർക്ക് ഭയങ്കര ഒരു ലഹരി പോലെ അത് ചേർന്ന് ചേർന്നിട്ടുണ്ട്. ലഹരി ഇൻ നല്ല സെൻസ്. പറ്റിയ സമയം അങ്ങനെയല്ല, ആളുകൾ വന്നിട്ട് ഈ കായ് കായ് എന്നുള്ള ആ ഒരു ബീറ്റ് മാത്രം ഒന്ന് പാടിക്കേൽപ്പിക്കുമോ, അല്ലെങ്കിൽ അതിന് വല്ലാത്തൊരു പ്രത്യേകത ഉണ്ട്, ആ ഹുക്ക് ഭയങ്കര ഗംഭീരമാണ്, അങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ടോ? അത് ഓരോ ടൈപ്പ്. ഇതിൽ ഹുക്ക് ഭയങ്കരമായിട്ട് അടിപൊളിയാണ് എന്ന് പറഞ്ഞാൽ പുറത്ത് പോയപ്പോൾ ജോർജിയ പോയ സമയത്ത് അവിടെ കായ് എന്ന് പറഞ്ഞത് യെസ് അല്ലെങ്കിൽ അവിടെ ഡെയിലി ഇപ്പം നമ്മളവിടെ കുറേ യൂസ് ചെയ്യുന്ന കുറേ വാക്കുകളുണ്ടാവും. അതേപോലത്തെ ഒരു വാക്കാണ് കായ് എന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇത് ഓടി ഇറങ്ങിയ സമയത്ത് ഇത് കുറച്ച് വൈറലായി പോയല്ലോ. അപ്പോൾ ആ സൈഡിൽ അതെ കുറച്ചധികം അത് ആ സൈഡിലേക്കൊക്കെ എത്താൻ കാരണം ഇങ്ങനെ ആ വേർഡ് പല സ്ഥലത്ത് പല കാര്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഈ കായ് കായ് എന്ന് പറഞ്ഞ സാധനം. അപ്പം അങ്ങനെ കുറച്ച് റെസ്പോൺസ് കിട്ടിയിരുന്നു. ആ ഒരു പോർഷൻ അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഈ ദുനിയാവിൽ ആരാണ്ട സൈഡ്, പിന്നെ അതേപോലെ നമ്മുടെ ഒരു ഇംഗ്ലീഷ് വേഴ്സ് ഗോഡ് ബീച്ചസ് ഇൻ മൈ കിച്ചൺ, ആ ഒരു സാധനം അത് കുറേ പെർട്ടിക്കുലർ ആൾക്കാർക്ക് ഭയങ്കര ഇതായി എന്നൊക്കെ ഓരോ പോർഷനും ഇങ്ങനെ ആൾക്കാർ പറയും. ബട്ട് കൂടുതൽ ഈ ഒരു ദുനിയാവിലാരണ്ട ഭയങ്കര ഒരു പവർഫുൾ ആയി എന്നുള്ളൊരു പരിപാടി, അങ്ങനെ കുറെ ഒപ്പീനിയൻസ് ഒക്കെ റെസ്പോൺസ് ഒക്കെ വന്നായിരുന്നു. പിന്നെ കായ് പൊതുവെ എല്ലാവർക്കും ഓക്കെ നല്ല ബേസ് ഒക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഹുക്കായിട്ട് വേണ്ടത് കായ് കായാന്ന് എങ്ങനെയാ തീരുമാനിച്ചത്? ഒരു ഓർമ്മയില്ല സത്യം പറഞ്ഞത്. കാരണം ഞാൻ ഫസ്റ്റ് എഴുതുന്ന ട്രാക്കാ ജീവിതത്തിൽ ആദ്യമായിട്ട് എഴുതണം. ജീവിതത്തിൽ രണ്ടാമത്തെ. ഫസ്റ്റ് ഒരു ട്രാക്ക് നമ്മളൊരു തുടക്കം പോലൊക്കെ ഇങ്ങനെ പരീക്ഷണം എഴുതി. പിന്നെ രണ്ടാമത് എഴുതുന്ന ട്രാക്കാണിത്. പിന്നെ അത് ബൻഡാന എന്ന് പറഞ്ഞ ട്രാക്ക് ഞാൻ എഴുതിയതിന് ശേഷം പിന്നെ ഈ ട്രാക്ക് ഈ എഴുതി വെച്ച് ഞാൻ എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് പണിഞ്ഞ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ബന്ധാന എന്ന് പറഞ്ഞത് റൈറ്റ് നൗ എന്താണ് റിയാലിറ്റി എന്നുള്ളതായിരുന്നു അന്ന്. ഒരു കുടിക്കണ അഞ്ഞിക്ക് വകയില്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫാഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി. അപ്പം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് ഇനി കുറച്ചൊരു മാനിഫെസ്റ്റേഷൻ പരിപാടി പിടിക്കാം എന്നുള്ളൊരു സാധനത്തിലാണ് കായ്. പിന്നെ ഞാനത് ആ ഒരു എഴുത്തെടുത്തിട്ട് പിന്നെ ഞാൻ അതിനെ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണത്. അപ്പോൾ തോന്നുന്നത് ആ ഒരു സാധനത്തിൽ തന്നെ തോന്നുന്നത്. ആ ഒരു കായ് എന്ന് പറഞ്ഞത് കായ് എന്ന് പറഞ്ഞതും സിംപ്ലി ഒരു അൺഎഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ ഭയങ്കര ഇറസ്പോൺസിബിൾ ആളുടെ കയ്യിൽ പൈസ കിട്ടി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാം, അതാണ് ആ ഒരു. പിന്നെ വരികളോ കുറേയൊക്കെ മെച്ചപ്പെട്ടതും. പിന്നെ കായ് നായി എന്നുള്ള സാധനം, കയ്യിൽ പൈസ ഉള്ളൊരു നായി എന്നുള്ളൊരു പരിപാടി, അങ്ങനെ തോന്നുന്നുണ്ട്. അത് ആ ഒരു സാധനം കിട്ടിയത് എനിക്ക്. ഈ കായ് ഇറങ്ങുന്ന സമയത്ത്, ഓഡിയോ ട്രാക്ക് ഇറങ്ങുന്ന സമയത്ത് ഇതിൻ്റെ വീഡിയോ വന്നാൽ കുറേ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ക്ലാരിറ്റി വരും, ഞാൻ എന്താ ഉദ്ദേശിച്ചത് മനസ്സിലാവും എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടോ അങ്ങനെ പറയുന്ന റെസ്പോൺസുകൾ കേൾക്കുന്നുണ്ടോ? അതെ. അതായത് ഈ വീഡിയോ മൊത്തത്തിൽ അത് ഭയങ്കരമായിട്ട് നമ്മൾ ഓഡിയോയിൽ കേൾക്കുന്ന പോലെ അത്ര ഭയങ്കര ഒരു
വിവാദം ആയില്ല വീഡിയോ വന്നപ്പോൾ. കാരണം നമുക്കത് പിന്നെ അതൊരു വിവാദമാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അത് പിന്നെ ഒരു കൃത്രിമ ട്രെൻഡിങ്ങിൽ അല്ലെങ്കിൽ വൈറലാക്കി കൊണ്ടുപോയി വെക്കാം. പക്ഷെ ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെ വെക്കാനായിരുന്നു എനിക്കും താല്പര്യം. ആ ഒരു ചതി എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു ചതിയാണ്. ബട്ട് അതിനുപമിച്ചത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കാലഗതി വെച്ചപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത കരി പിടിച്ച് തത്തമ്മ. വീഡിയോ ഇറങ്ങിയപ്പോൾ ഒന്നും കൂടെ ശാന്തമായി കാര്യങ്ങൾ. പിന്നെ ഓഡിയോ എഴുതുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ആവും, ഇങ്ങനെ വൈറലാവും അല്ലെങ്കിൽ ഇങ്ങനെ ആവുന്നൊന്നും ഇല്ലല്ലോ. നമ്മളന്നൊരു ബന്ധാന ഇറങ്ങിയ അല്ലെങ്കിൽ ഒരു തലക്കനം അല്ലെങ്കിൽ അതൊരു ഇറങ്ങിയ ഒരു രാഘവത്തോട് കൂടിയിട്ട് നമുക്കൊരു നീഷ് ഓഡിയൻസ് ഇത്രയേ ഉള്ളൂ. അന്ന് ഹിപ്പ് ഹോപ്പ് എന്ന് പറയുന്നതിനൊരു ഇത്ര ഒരു ഇതല്ലല്ലോ. ആ ഒരു ലാഘവത്തിലാണ് നമ്മൾ എഴുതുന്നതും ഇറക്കുന്നതൊക്കെ. പിന്നീടാണ് അപ്പോൾ വീഡിയോ വരുമ്പോൾ ഒന്നുകൂടെ ഉത്തരവാദിത്തം കൂടി അതിന് വൃത്തിക്ക് കൊണ്ടുവെക്കണം എന്നുള്ളൊരു, വൃത്തിക്ക് ഇൻ ദ സെൻസ് ഞാൻ എന്താണോ മീനിങ് ഉദ്ദേശിച്ചത് അങ്ങനെ വെക്കണം എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ ഭയങ്കര എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ആയിരുന്നു. അങ്ങനെയല്ല, ഓക്കെ നീറ്റിൽ കൊണ്ടുവച്ചിട്ടുണ്ട് പരിപാടി എന്നുള്ളൊരു റെസ്പോൺസായിരുന്നു കൂടുതൽ കിട്ടിയത്. വളരെ സുന്ദരികളായിട്ടുള്ള ഫോറിൻ മോഡൽസ്, ലക്ഷറീസ് ആയിട്ടുള്ള കാർസ്, ഭയങ്കര രസമുള്ള എസ്തെറ്റിക്കലി ബിൽഡ് ചെയ്ത ബിൽഡിങ്സ്, ഇതൊക്കെ തന്നെയായിരുന്നോ? ഇത്രയും ഗ്ലാമർ വേണം കായ്ക്ക്, അങ്ങനെ തന്നെയായിരുന്നോ മനസ്സിലുണ്ടായിരുന്നത്? ഇല്ല, അതൊന്നും ചിന്തിക്കണ പോലും ഇല്ല. ഞാൻ കാനഡ പോയിട്ട് ഈ പാട്ട് എഴുതുമ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ പോലും കയറിയിട്ടില്ല ശരിക്കും. ഞാനൊരു 1.5 വർഷമൊക്കെ ആയിട്ടുള്ളൂ വിമാനത്തിൽ കയറിയപ്പോൾ തന്നെ ഇറങ്ങാൻ നേരില്ല എന്നുള്ള കൂടെ വെറുത്ത് പോച്ച് സാർ എന്നുള്ളൊരു കൂടെ. ഞാൻ ഭയങ്കര അഹങ്കാരമായിട്ട് പറയില്ല, നമുക്ക് ആദ്യമൊക്കെ ഉണ്ടാവുമല്ലോ ഇത്രയും കാലമൊന്നും ഫ്ലൈറ്റിൽ എല്ലാവരും നമ്മൾ ഫ്രണ്ട്സൊക്കെ മറ്റേ ഗൾഫിൽ പഠിച്ചിട്ട് വരുന്നത് അങ്ങനെ ആക്കണം. അപ്പോൾ നമുക്കൊരു പൂതി ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്രയും എക്സൈറ്റ്മെൻ്റ് ആയിട്ട് നിന്നിട്ട് നേരെ ഉൾട്ടായി ഇപ്പം ആ ഒരു യാത്ര എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. അപ്പം ഇത് എഴുതുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ദുബായ് പോകാൻ പറ്റുന്ന തന്നെ ഒരു ഇതില്ല നമുക്ക്, മാനിഫെസ്റ്റേഷൻ മാത്രമാണ്. അപ്പം ഇത് അങ്ങനെ ഒരു ഇതിലെത്തി ഭാഗ്യമായി ഷൂട്ട് ചെയ്യാൻ ഉള്ളൊരു പരിപാടിയാണ്. ഈ ഇത്രയും ഗ്ലാമർ ശരിക്കും ക്രിയേറ്റീവ് ആയിട്ടുള്ള അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ ഈ ഗ്ലാമർ സൈഡ്. അത് മൊത്തത്തിൽ ടീം എഫേർട്ടാ, മൊത്തത്തിലൊരു ടീം എഫേർട്ടാണ്. ഇപ്പം ഇതിൻ്റെ ഈ ഒരു ലാസ്റ്റ് പോർഷൻ, ഒരു ക്ലൈമാക്സ് പോർഷൻ ആണെങ്കിൽ എൻ്റെ ഒരു തോട്ട് പരിപാടി ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ടിങ് എന്ന് പറയുമ്പോൾ എൻ്റെ ബുദ്ധിക്കും എൻ്റെ ഒരു എന്താ പറയുക യുക്തിക്കും അറിവിനൊക്കെ അല്ലെങ്കിൽ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്നൊരു ദൂരം ഉണ്ടാവില്ല. അവിടെ അല്ലേ തലച്ചോറും വർക്ക് ചെയ്യണം. അപ്പം അതിലൊരു കോൺസെപ്റ്റൊക്കെ വെച്ചിട്ടുണ്ടാകും ഇതേപോലെ ഒരു ഡീലായിട്ട് വരുന്നു, അതിനുശേഷം ഗെയിം മാറുന്നു, പിന്നെ ഒരു ചതി, ആ ഒരു കോൺസെപ്റ്റ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ബട്ട് ഇത് MHB, നമ്മുടെ റെയ്സ്ക, പിന്നെ നമ്മുടെ ആൽഫി, പിന്നെ ടീമുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇവരെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു. അത് ഇത്രയും ഒരു ഗ്ലാമറസ് ഇതാക്കിയിട്ട് അവർ തോട്ട്, പിന്നെ അതിൽ ഒരുപാട് ഡീറ്റെയിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം ഈ അത് തുടങ്ങുമ്പോൾ ഒരു നമ്പറൊക്കെ എഴുതി കാണിക്കും, ലൊക്കേഷൻ. അതായത് ഞാൻ തലകുത്തി ചിന്തിച്ച പോലും എനിക്ക് ആ നമ്പർ എന്താണെന്ന് വരെ അറിയില്ല. അപ്പം ഇതിനെ ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ഭയങ്കര ഡീറ്റെയിലിംഗ് കൊടുക്കാൻ അവർക്ക് നല്ല ഭംഗിയിൽ കൊണ്ടുവെക്കാൻ അങ്ങനെ പറ്റിയിട്ടുണ്ട്. കുറേ കാര്യങ്ങളിൽ ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടും ഭയങ്കര ഗ്ലാമറസ് ആയിട്ടൊക്കെ കൊണ്ടുവെക്കാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ട് കോൺട്രിബ്യൂഷൻ. ഒരു സീക്രട്ട് സൊസൈറ്റി പോലെ ഒരു സിമ്പൽ വരുന്നില്ലേ തുടക്കത്തിൽ? ആ സിമ്പലാണ് പല സ്ഥലത്തും ഒരു എക്സ്ചേഞ്ച് ആയിട്ടൊക്കെ കാണിക്കുന്നത്. തിരിഞ്ഞു വരുന്ന ഒരു പ്രത്യേക സിമ്പൽ ഉണ്ടല്ലോ. നമുക്ക് പെട്ടെന്ന് നമ്മൾ ഇലുമിനാറ്റി ഒക്കെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അത് ആരുടെ ഐഡിയ? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ MHBയുടെ ലോഗോ ആണ്. മല്ലു ഹൈപ്പർ ബീസ്റ്റിന്റെ ലോഗോ ആണ്. അപ്പോൾ ഞാൻ കായ് ഇറക്കുന്ന സമയത്ത്, അതായത് ഇറക്കണേക്കാൾ മുമ്പ് ഇവരാണ് നമ്മൾ ഓഡിയോക്ക് അപ്രോച്ച് ചെയ്തത്, ഇങ്ങനെ ഒരു ട്രാക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട്. പിന്നീട് അത് നമ്മൾ ഇറക്കുകയും അത് ഇങ്ങനത്തെ ഒരു രീതിയിൽ എത്തിപ്പെടുകയും പിന്നെ നമ്മൾ ആ ഒരു പ്രൊജക്റ്റ് ബിഗ് ആവുകയും ചെയ്തു. പിന്നെ ഓഫ് കോഴ്സ് ഇവരൊക്കെ കാനഡയിൽ തന്നെയാണ് കോൺടാക്ട് ചെയ്യുമ്പോഴും ഓഡിയോക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോൾ അവിടുത്തെ എന്താ പറയുക സോഴ്സസൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട്. ഈ കൂടുതലുള്ള ബോഡി ഗാർഡ്സൊക്കെ ആരാ? അവരുടെയൊക്കെ പേരുകളെന്ന് ചോദിച്ചോ? അതൊക്കെ നമ്മുടെ മച്ചന്മാരാണ്. അതിൽ ഒരാൾ നമ്മളവിടെ പോയിട്ട് അവിടെ ബ്രീസ് ചെയ്യുന്നിട്ട് നമ്മുടെ ഹെയർ കട്ട് ചെയ്യണ വെച്ചാനുണ്ട്. ആള് എവിടെ അൽബീനിയക്കാരനോ പുറത്തെവിടെയാണ്. അപ്പം ആളായിട്ട് നമ്മൾ ഇവർ അവിടെ ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നതാണ്. അപ്പം നമ്മൾ ഒരാളായിട്ട് പോയിട്ട് കമ്പനി ആവുന്ന ആളുടെ കോണ്ടാക്റ്റിൽ വേറെ മച്ചാനെ പരിചയപ്പെടുന്നത്. മൊത്തത്തിൽ അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റിയിൽ കുറച്ച് നമുക്കൊരു ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുക്കാൻ പറ്റിയ വൃത്തിക്കുള്ളൊരു കോണ്ടാക്ട് കിട്ടി. നല്ല കുറെ ആൾക്കാരെ പരിചയപ്പെട്ടു. ബാക്കി നമ്മുടെ MHBയുടെ പയ്യന്മാരുണ്ടെങ്കിൽ അതേപോലെ അത്ര തന്നെ ഉള്ളു. നമ്മുടെ മോഡൽസ് ആരൊക്കെയാ? അവരുടെ പേരെന്താ? നമ്മൾ ഒരു ഐഡിയ ഇല്ല. അത് അവിടെ പിന്നെ ധാരാളം നമുക്ക് ഈ സ്ട്രിപ്പേഴ്സ് അതേപോലെ മോഡൽസ് ഇതൊക്കെ നമുക്ക് ഇവിടുത്തെ പോലെ മറ്റേ
അത്രയും ഇതൊക്കെ ചെയ്യുകയും ചെയ്യും എന്നാൽ അതിന് ഒഫെൻസീവായിട്ട് കാണുകയും ചെയ്യും. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അവിടെ ഇല്ല. വളരെ പ്രൊഫഷണൽ. വാട്ട് ദേ ആർ ഡൂയിങ് അത് അതിനെ വ്യാഖ്യാനിച്ച് വെക്കൊന്നുമില്ല. എന്താണോ അത് ഓക്കെ. ഞാൻ റബ്ബർ കച്ചവടം ചെയ്യണ ഞാൻ റബ്ബർ കച്ചവടം ചെയ്യണത്, അതാണ് അവിടുത്തെ കോൺസെപ്റ്റ്. അപ്പൊ നമുക്ക് അതിനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഈസി അങ്ങനെ ഒരു പക്ഷെ ആ ഹോർമോൺസിനെ കാസ്റ്റ് ചെയ്ത് നന്നായി. കാരണം അത് കേരളത്തിലോ ഇന്ത്യയിലാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കട്ടെ വന്നേനെ. ഉറപ്പായിട്ടും ഞാൻ നമ്മുടെ ഓഡിയോക്ക് വരെ ഓഡിയോയുടെ കവർ ആർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് വുമനെ ഒബ്ജക്റ്റിഫൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ ഫോൺ എടുത്ത് റീല് തുറന്നു നോക്കിയാൽ ആരെയാണ് ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നതെന്ന്. അപ്പോൾ അതൊക്കെ അതിന് മറുപടികൾ കൊടുത്തിട്ട് വെറുതെ തല ചൊറിയാന്നല്ലാതെ അവിടെ ആകുമ്പോൾ ഒന്നുകൂടി ഈസിയറാണ് നമ്മുടെ കാര്യങ്ങൾ. കായ ഇറങ്ങിയ സമയത്ത് ബേബിജിന് ഒരു സ്ത്രീ വിരുദ്ധനാണെന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. പിന്നല്ലേ എനിക്ക് തോന്നുന്ന ഒരു ഇതിലത്തെ തമ്മനയിൽ വരെ കച്ചവടമാണ്. ഇതിപ്പോ ആരായാലും ഇപ്പൊ ഇതിനൊക്കെ വിരുദ്ധത ഉള്ള ഒരാളായാലും അത് ഞെക്കി നോക്കൂലേ. അപ്പൊ എല്ലാരും ചോറ് വയ്ക്കാനുള്ള പരിപാടി ഇത് ഇങ്ങനെ തന്നെയാണ്. സ്ത്രീ സെക്ഷലൈസ് ചെയ്തെന്നാ അതിപ്പോഴും തമ്മനയിലൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. ക്ലിക്ക് ബൈറ്റ് ആൾക്കാർക്കും അറിയാൻ താല്പര്യമാണ് ഇത്. കാരണം ഇവിടെ എന്താ കുറേ സംസാരിക്കാത്തയും കുറേ മറച്ചു പിടിക്കുന്നതും കുറേ ഇതാണല്ലോ. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ഇത് നല്ല ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എന്താണ് കരി പിടിച്ച തത്തമ്മ, എന്താണ് അതിൻ്റെ പിന്നിൽ അത്. അപ്പം അത് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഓഫ് കോഴ്സ് നമ്മളതിന് ഖേദിക്കണമെന്നില്ല, റിഗ്രറ്റ് ഒന്നുമില്ല. കാരണം പുതിയൊരു കാര്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം അതിനെ നമ്മൾക്കുള്ള അറിവിൻ്റെ രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് കുറച്ചൊക്കെ. എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഒരു റാപ്പർ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിന് അറസ്റ്റിലാവുന്നു, പക്ഷെ ഭരണകൂടം മൊത്തം ചർച്ച ചെയ്യുന്ന ലെവലിലേക്ക് അതൊരു ന്യൂസ് വാല്യൂ വരിക, രാവിലെ 7 മണി തൊട്ടിട്ട് വൈകുന്നേരം 7 മണി വരെ വേടൻ എന്നുള്ള ഒറ്റ വാക്ക് മാത്രം കൊണ്ട് ന്യൂസിൽ നിറഞ്ഞു നിൽക്കുക. ഒരു റാപ്പറിന് ഇതിന് മാത്രം ഒരു മൈറ്റ് ഉണ്ടാവും, ഇത്ര ഒരു വലിപ്പം ഉണ്ടാവുന്ന എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമ്മളെപ്പോഴും ഇപ്പോൾ എല്ലാവരും ഓരോ വഴിക്കല്ലേ. പക്ഷെ നമുക്ക് കുറേ സമയം ഉണ്ടായിരുന്നല്ലോ പണ്ട് ഒന്നിച്ചിരിക്കാനും കളിയാക്കാനും ആവശ്യം. അപ്പം നമ്മളിങ്ങനെ പറയും ആദ്യം ഇതിങ്ങനെ വരട്ടെ. എനിക്ക് ഏറ്റവും സോളിഡായിട്ട് ഉറപ്പുള്ള കാര്യം ഞാൻ 2-3 ഇൻ്റർവ്യൂസിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതേപോലെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പൈസ ഒരു 160 റുപ്യ ഒപ്പിച്ച് ഞാനും ഡാപ്സിൻ്റെ ഒരു RX എവിടെ MG റോഡ് നമ്മുടെ ഷേണായിസിൻ്റെ ഇങ്ങനെ മുന്നിൽ കൂടെ പോയിട്ടിരിക്കുമ്പോൾ എടാ അത് മറ്റേ അന്ന് ഞാൻ ഭയങ്കര ഒരു ട്രാക്ക് ഇറക്കിയില്ലേന്ന് പോലും എനിക്കറിയില്ല. ഒരു ട്രാക്ക് ഇറക്കിയിട്ട് പോകുന്നുണ്ട്. ഇവനന്ന് അത്യാവശ്യം ഈ മണവാളം തഗ് മണവാളം തഗ് ഇറങ്ങിയില്ല, അതിൻ്റെ മുന്നായിട്ടുള്ള പരിപാടിയാണ്. അപ്പം ഞാനിവനെ പരിചയപ്പെട്ടു വരുന്നുള്ളൂ. നമ്മൾ നാട്ടുകാരാന്ന് പറഞ്ഞതിൽ കൂടെ ഒന്നുകൂടെ കണക്റ്റ് ആയി. അപ്പോൾ ഇങ്ങനെ പറയണ്ടേ അത് നമ്മളിങ്ങനെ ആദ്യം ഇങ്ങനെ ഇറക്കും, പിന്നെ ഇത് മെല്ലെ ഇങ്ങനെ സിനിമയ്ക്കൊക്കെ എടുത്തു തുടങ്ങും. പിന്നെ നമുക്ക് സിനിമയിൽ നിന്ന് ഒരു സ്റ്റേബിലിറ്റി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് നല്ല രീതിക്ക് ഇറക്കാം. അത് മെല്ലെ ഒരു ഇൻഡസ്ട്രീനെ അതായത് ഒപ്പം പിടിച്ച് നിൽക്കുന്ന രീതിയിൽ നമുക്ക് എത്തിക്കാൻ പറ്റും ഒരിക്കൽ എന്നുള്ള കാര്യം പറഞ്ഞത് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. പക്ഷെ അത് ഇത്രത്തോളം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വേടൻ എന്ത് ചെയ്തോ വേടനെ ആര് കൊണ്ടുപോയി എന്നുള്ളതല്ല, ഇത്രമാത്രം അത് ചർച്ചയാവാൻ തക്കവണ്ണം വേടൻ വളർന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സെയിം കേസ് തന്നെ വേണമെങ്കിൽ പുലീനെ കൊന്നിട്ടിട്ട് ചിലപ്പോൾ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു ന്യൂസിൽ ഇടം പിടിക്കുകയാണെങ്കിൽ ഒരു സമയപരിധി ഉണ്ട്. ഇത്രയും ദിവസം ആ ഒരു സമയം വാർത്താ ചാനൽ ഒന്നടങ്കം ആൾക്കാരെ ഇടം പിടിക്കണം എന്നുണ്ടെങ്കിൽ വേടൻ എന്നുള്ളൊരു കലാകാരൻ, അവൻ്റെ കല, അവൻ്റെ വരികൾ അത്രയും ആൾക്കാരിൽ ഇൻജക്റ്റായി അത്രയും ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്നുള്ളത്. കാരണം 3ൻ്റെ അന്ന് വന്നില്ലേ മറ്റേ പോസ്റ്റുകളും പരിപാടിയും, നമ്മളെ കൊളിവിലായിരുന്നു. അല്ലല്ലേ നമുക്ക് കോളൊന്നും ചെയ്യാൻ അങ്ങനത്തെ പരിമിതികളൊക്കെ ഉണ്ടല്ലോ. അതായത് ഈ ന്യൂസ് ചാനലിൽ പ്രതികരണം ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പ്രതികരണമല്ല, നമുക്ക് ട്രോള് വന്ന ഞാനും ഡാപ്സി മറ്റേ കിളിച്ചുള്ള മാമ്പഴത്തില് മറ്റേ വാരിക്കെട്ടിക്കോടാ സീനില്. അപ്പം ഞാനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളായിട്ടൊന്നും ചെയ്യണില്ല. കൊച്ചിയിൽ ഫ്ലാറ്റിൽ തന്നെ ഉണ്ട്. അപ്പം ഞാനിതൊക്കെ വാർത്തകൾ കണ്ടിരിക്കുക, ഓരോ വാർത്ത കഴിയുമ്പോഴും ടെൻഷൻ കൂടിയരാ. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് കാണുകയാണ്. അപ്പോൾ കമാരുണ്ട് നാട്ടിൽ നിന്ന് പറഞ്ഞ് ഈണ്ട് പോരെ 2 ദിവസം അവിടെ നിന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാനെന്തിനു വരുന്നു ഞാൻ അങ്ങനൊന്നുമില്ല. അതല്ല, വാർത്തക്കാരല്ലേ വരിക, പത്രക്കാരെ വരിക. ഈ പത്രത്തിലാണ് ഓടാൻ പോണത്. ഈ അവിടെ പോയിട്ട് ഈ അവിടെ ഒരു അനാഥാലയത്തേക്ക് ദാനം നടത്തുന്നുണ്ട് പറഞ്ഞാലും അത് വരില്ല.
അന്നെ കേസിന് പിടിക്കാൻ വന്നിട്ട് കേസും കിട്ടിയില്ല, പക്ഷെ അതിന് പകരം ഇവന് ഇതൊക്കെ വെച്ചിട്ട് ഇത്ര നല്ല അതൊന്നും അവിടെ വരില്ല. അവിടെ നെഗറ്റീവ് വാട്ട് പീപ്പിൾ കണ്ണും കാതിനും വേണ്ടത് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ ഈ 2 ദിവസത്തെ ഇതിന് ആരെങ്കിലും കയറി വന്ന് എന്തിനാ വെറുതെ ഒരു തല പത്രത്തിലും മറ്റേ വാർത്തയിലും കൊണ്ടുപോയി കൊടുക്കണേ? അപ്പോൾ ഞാനും കുറച്ച് ദിവസമായി നാട്ടിൽ പോയിട്ട് ഒരു 1.5 ദിവസം നാട്ടിൽ പോയി നിന്നിട്ട് വന്ന് ഇതൊക്കെ ഇതിൽ നടക്കുന്നുണ്ട് ഇതിൻ്റെ ബാക്കിൽ. കാരണം പേടിയാണ് എങ്ങനെ ഏത് രീതിയിൽ. കാരണം സാമാന്യം ഇവർക്ക് ഒരു ദിവസം ഓടിക്കാനുള്ള ഒരു കണ്ടൻ്റൊക്കെ ആയിട്ട് ഇന്നെ കൊണ്ടൊക്കെ പറ്റും. എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ നേരെ വിട്ട് എന്നിട്ട് തിരിച്ചു വന്നു വീട്ടിലല്ല അവിടെ കട അവിടെ നിന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ തിരിച്ചു പോന്നു. പക്ഷെ എനിക്കതിൽ ഇഷ്ടപ്പെട്ട പാട്ട് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാൾ റെസ്പോൺസിബിൾ ആണ്, പക്ഷെ അതുകൊണ്ട് അയാളെ തീരെഴുതി അവസാനിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ വരാൻ തുടങ്ങിയത്. അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് ഒന്നും മുമ്പ് വന്നിരുന്നില്ല. അത് കുറച്ച് പുതിയ കാര്യമല്ലേ? അതൊരു പുതിയ മെന്റാലിറ്റി അല്ലേ? തീരെഴുതി അവസാനിപ്പിക്കരുത് ഇൻ ദ സെൻസ് അയാളുടെ ആർട്ടിനെ നിഷേധിക്കാനാവില്ല. ചിലപ്പോൾ ആസ് എ പേഴ്സൺ ആൾ എന്തെങ്കിലും റോങ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവും, അതിന് നിയമത്തിന്റെ കോൺസിക്വൻസസ് ആൾ ഫേസ് ചെയ്യട്ടെ. പക്ഷേ ആസ് എൻ ആർട്ടിസ്റ്റ് ആളെ ബുള്ളി ചെയ്യാനോ അല്ലെങ്കിൽ ആൾക്കെതിരെ പ്രവർത്തിക്കാനോ പാടില്ല. ആർട്ടിസ്റ്റ് ആൾ വേറെ ലീഗിലാണെന്ന് എല്ലാവരും ഒരു സ്ഥലത്തിൽ പറയാ. അതൊരു പുതിയ തോട്ട് പ്രോസസ് ആയിരുന്നില്ലേ? ഈവൻ ഇത്രയും വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരാണ് ഈ വാർത്താ ചാനൽ നടത്തുന്നത്. കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്നാണ് അതിൻ്റെ ഹെഡ്ലൈനൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഭയങ്കര എന്താ പറയുക, ഇത് കാത്തിരിക്കുന്നവരുണ്ട്, ഇത് കണ്ട് ചിരിക്കുന്നവരുണ്ട്. അതായത് വേടൻ്റെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ വേടൻ വീഴണമെന്ന് കാത്തിരിക്കണ കുറേ പേരുണ്ട്, കണ്ട് ചിരിക്കുന്നവരുണ്ടാവും. ഇത് എന്താ പറയുക, വിയർപ്പ് അല്ലെങ്കിൽ കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്നൊക്കെ പറയുമ്പോൾ ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ന്യൂസ് ചാനൽ എഴുതുമ്പോൾ എത്രത്തോളം ആണ് ആ ഒരു കഴുകൻ ചിന്താഗതിയ എന്നുള്ളത് ആലോചിക്കണം. അപ്പം ഈ ഒരു ആർട്ടിനെ അവിടെയാണ് ഒരു എന്താ പറയുക കളിയാക്കപ്പെടുക അല്ലെങ്കിൽ വിലയിരുത്തപ്പെടുക. ഇപ്പം ഈ പറഞ്ഞ പോലെ അത് ചെയ്യരുത്. അതൊക്കെ ഭയങ്കര മോശം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ആ ഒരു വരികളെ ഒരു ദിവസം കൊണ്ട് ഒരാൾ ഇതാക്കി. പിന്നെ ഈ ഗ്രാമ് മാത്രമാണ് ഉള്ളൂ. ഗ്രാമിൻ്റെ ബാക്കിൽ ആരാന്നുള്ള ഇതുവരെ ആർക്കും തിരഞ്ഞു പോകണ്ട, വാർത്തകൾക്ക് അറിയണ്ട. ഇതുവരെ അങ്ങനെ ചർച്ച പോലും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഗ്രാമിൻ്റെ ബാക്കിൽ ആര്, കിലോനുള്ള ആരായില്ല എന്നുള്ള ആർക്കും അറിയില്ലല്ലോ. അത് ഇനി ആരും അറിയാനും പോണില്ല, ആരും പറയാനും പോണില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതൊക്കെ മനസ്സിലാക്കി ഒതുങ്ങി ചുരുങ്ങി ജീവിക്കുക. വൈകുന്നേരം ഫുഡ് കഴിക്കുക, രാത്രി ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, പാട്ടുണ്ടാക്കുക, പടത്തിൽ അഭിനയിക്കുക, പണിയെടുക്കുക. ആലപ്പുഴ ചുമ്മാക്ക് ശേഷം വന്ന പടമുണ്ട്, ജയേട്ടൻ്റെയും വിനായകൻ്റെ ഒക്കെ ഒപ്പം ചെയ്യുന്ന സിനിമ. എങ്ങനെ പോകുന്നു ഷൂട്ടൊക്കെ ഭംഗിയായിട്ട് പോണത്. ഒരു ദിവസം കൂടെ ബാക്കി നിൽക്കെ 52-53 അങ്ങാട് ദിവസമായി ഷൂട്ട്. എനിക്ക് ഫുൾ ഡേ ഉണ്ടായിരുന്നില്ല. നമ്മളൊരു ഗാങ്സ്റ്റർ പരിപാടിയൊക്കെയാണ്. കോലത്തിൽ പറ്റിയ എന്തെങ്കിലും. അപ്പോൾ അതിൽ ഇതങ്ങനെ ഭംഗിയിൽ പോയി, പരിപാടികളൊക്കെ പോയി. ഈ ഓണത്തിനൊക്കെ റിലീസാവുമെന്ന് വിചാരിക്കണം, ഒരു ഐഡിയ ഇല്ല. ഈ ആറ്റിറ്റ്യൂഡ് വേണമല്ലോ ഒരു ഗാങ്സ്റ്ററിന്, ഒരു മാസ സാധനം. പല രീതിക്ക് അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു കോമഡി ഗാങ്സ്റ്ററാ, കോമഡി അല്ലല്ല, കോമഡി വിത്ത് മിക്സ്ഡാ. സീരിയസ് ആവും, പക്ഷെ ആ ഒരു ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ മലയാളം മൂവിയിലാണെങ്കിലും പൾപ്പ് ഫിക്ഷനിലാണെങ്കിലും അങ്ങനെ കുറെ മൂവിയിലുണ്ടല്ലോ. നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഓഡിയൻസിനെ കാണുമ്പോൾ മൊത്തത്തിൽ ആ സിറ്റുവേഷൻ വൈസ് അത് കോമഡി ആയി പോകുന്നതാണ്. അതാണ് പരിപാടി. അല്ലാതെ മറ്റേ അയലോർത്തോ സാധനം വല്ലാത്ത ജാതിയിലാണെങ്കിലും ശരി, കായലാണെങ്കിലും ശരി, ഒരു ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ. ലുക്സിലായാലും നോട്ടത്തില്, ബോഡി പോസ്റ്ററില്. ഇതിനുള്ള ബ്രീഫ് എവിടുന്ന, ഇതിനുള്ള ഐഡിയ എവിടുന്ന? എനിക്ക് തോന്നുന്നത് രണ്ടും ഒരു സിമിലർ എന്നല്ല. ഇപ്പം കായൽ എന്ന് പറയുമ്പോൾ ഓക്കെ, നമ്മൾ ആ ഒരു 10 മിനിറ്റ് ഉൾക്കൊള്ളാണല്ലോ നമ്മൾ ആയി എന്നുള്ളത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓക്കെ, ഐ ആം ഓണിങ് ദിസ് കാർ. ആ ഒരു സാധനം ടപ്പ് ചെയ്യുന്ന തലച്ചോറിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ ചിന്ത കൊണ്ടുവരാം, അല്ലെങ്കിൽ മൊത്തത്തിൽ സറൗണ്ടിങ്സ് നമുക്ക് അങ്ങനെ വിചാരിക്കാം. ആ ഒരു പോയിന്റിലാണ് ഞാനത് എനിക്ക് വർക്കൗട്ട് ആക്കാൻ പറ്റിയുള്ളത് തോന്നുന്നുണ്ട്. അതിലിപ്പോഴും ആ ലിറിക്കിൻ്റെ ദുനിയാവിൽ ആരാണ്ടാ നമുക്ക് പെരിയോനി എന്നുള്ളതാണല്ലോ അതിൻ്റെ കോറ് എന്ന് പറയുന്നത്. ട്രാക്കിൻ്റെ ആ ഒരു കോറ് വെച്ചിട്ടാണ് പിടിച്ചത്. ഹെൽത്തൊക്കെ 1 വീക്കായിരുന്നു, ഫുഡും സ്ലീപ്പ് സൈക്കിളൊക്കെ മാറിയിട്ടേ. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ ഭയങ്കര ഹെൽത്ത് വീക്ക് എന്ന് പറഞ്ഞാൽ പറ്റ വീക്ക്. ഞാനാണെങ്കിൽ കൊച്ചിയിലല്ലാതെ വേറെ എവിടെയും പോയിട്ട് 2 ദിവസത്തിന് മേലെ താമസിച്ചില്ല. കൊച്ചിയിൽ തന്നെ വന്നിട്ട് ഞാൻ ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു വന്നു. അവിടുത്തെ ട്രാഫിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും പറ്റില്ല അവിടെ.
അപ്പോൾ ഞാനാണ് അവിടെ പോയിട്ട് 10-15 ദിവസം നിൽക്കുന്നത്. അപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഷൂട്ട്. അപ്പോൾ ഹെൽത്ത് ഭയങ്കര വീക്കായിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ എനിക്ക് ആ ഒരു നമുക്ക് ആ ഒരു ഇത് ചെയ്യണം, ഇത് കൊണ്ടുവെക്കണം, സൗത്തിൽ ബിസിനസ് വരണം, ഇൻവെസ്റ്റ്മെൻറ്റ് വരണം, ഇത് മൊത്തത്തിൽ എന്തൊക്കെ നമുക്കൊരു സീൻ മാറ്റിയെടുക്കാൻ പറ്റുമോ, ഒരു ഇൻഡിപെൻഡൻറ്റ് സീൻ മാറ്റിയെടുക്കുന്നതിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ എങ്ങനെയൊക്കെ ഒരു ഭാഗമാകാൻ പറ്റുമോ, അതൊക്കെ ഒരുപാട് സന്തോഷം ഉള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഓക്കെ നമ്മളിത് തീർക്കും എന്നുള്ളൊരു മൂഡിലൊക്കെ പോയിരുന്നത്. ഇപ്പോൾ ഇന്ത്യയിലൊരു ടോപ്പ് പെർഫോമർ ഒക്കെ ഉണ്ടാവില്ല, പക്ഷേ പേരെടുത്ത് പറഞ്ഞ ഇപ്പോൾ ബാദ്ഷാ, അതാണോ ആഗ്രഹം, എമിനാണോ ആഗ്രഹം? രണ്ടുമല്ല. നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റീനെ കൊണ്ടുപോയി അപ്പാക്കാൻ പറ്റുന്ന ഒരു ആരായാലും ഞാൻ ഹാപ്പിയാണ്. അതായത് ഇപ്പം ഈ കായ് എടുക്കുന്നൊരു ഉദ്ദേശം അവിടെ പോയിട്ട് അവർ ചെയ്യുന്ന പോലത്തെ റാപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാൻഷൻ എടുക്കുന്ന പൈസക്ക് നമുക്ക് അതേപോലത്തെ ഒരു 10-50 മോഡൽസിന് എടുക്കാൻ പറ്റും. ഒരു വണ്ടി എടുക്കുന്ന പൈസക്ക് അതേപോലെ തന്നെ ഒരു പബ്ബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കൂത്താട്ടം ചെയ്യാൻ പറ്റും. നമ്മളുടെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് കായിയുടെ ഒരു സൗത്തിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, മലപ്പുറത്ത് നിന്ന് നമുക്ക് ആ ഒരു ആൾക്ക് അവിടെ പോയിട്ടൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ പറ്റും എന്നുള്ളത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ കായിയുടെ. അപ്പം അത് ചെയ്യാൻ പറ്റിയതിൽ സന്തോഷം. ഭയങ്കര ഫാൻ ഫോളോയിങ് വരുമല്ലോ, അപ്പോൾ കുറേ അട്രാക്ഷൻ വരും നമ്മുടെ അടുത്തേക്ക്. ഇതിനകത്ത് ഒരാൾക്ക് ജെന്യുവനായിട്ട് നമ്മളോടൊരു സ്നേഹമുണ്ട്, ഒരു പെൺകുട്ടിക്ക് ജെന്യുവനായിട്ടൊരു സ്നേഹമുണ്ട്, അത് നിങ്ങളതിനെ മനസ്സിലാക്കുക? ഭയങ്കര പാടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സിറ്റുവേഷനിൽ ഭയങ്കര പാടാണ്. അത് നമ്മളോടുള്ളൊരു ഫെയിമിനോടുള്ളൊരു ഇതാണോ, നമ്മുടെ വരികളോടുള്ളതാണോ, നമ്മളോടുള്ളതാണെന്നുള്ള ഈ ചാൻസ് ഒരു 90% ഇല്ല. നമുക്കറിയാലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ നമുക്ക് എന്താ വെച്ചാൽ നല്ലൊരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഭംഗിയായിട്ടുള്ളൊരു വേ. പിന്നെ അത് പല സൈഡിലും നമുക്ക് ആരാധികയാണ്, ഡു യു ചിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ചില്ല് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഓക്കെ താങ്ക് യു സോ മച്ച്, ഒരുപാട് നന്ദിയുണ്ട്. ചിലപ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് അയച്ചു തരുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചറിലൊരു എന്തെങ്കിലും ഒരു പ്രൊജക്റ്റോ അതിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നതായിരിക്കും. പലതും പല ഒരു ഇതിലാണ്. നമ്മളെങ്ങനെയാണോ നമ്മൾക്ക് അപകടമില്ലാത്ത രീതിയിൽ എടുക്കുക എന്നുള്ളതാണ്. എന്താ ഈ അപകടത്തിലത്തെ പേടി? അല്ല, ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ചർച്ച ചെയ്യാൻ 2 ദിവസം അങ്ങോട്ട് ഇട്ടുകൊടുക്കാതിരിക്കുക, തിന്നാൻ ഇട്ടുകൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പോയിന്റ്, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അല്ലാതെ ഇപ്പോൾ പേടിച്ച് വീട്ടിൽ കുത്തിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ മാക്സിമം ആൾക്കാരെ ഹേർട്ട് ചെയ്യാണ്ട് ജീവിക്കാൻ നോക്കുക എന്നുള്ളതാണ്. മലപ്പുറത്തെ ഒരു സാധാരണ വീട്ടിൽ പാടവും മദ്രസയും സ്കൂളും വയലൊക്കെ ഉള്ളൊരു സാധാരണ സെറ്റപ്പിലൊരു പയ്യൻ, ചെറിയ സെറ്റപ്പിലുള്ള പയ്യൻ, അച്ഛനും അമ്മയ്ക്ക് അങ്ങനെ ഭയങ്കര വലിയ ജോലിയൊന്നുമില്ല, വലിയ ഫിനാൻഷ്യൽ ബാക്കപ്പ് ഒന്നും ഇല്ലാത്തൊരു പയ്യൻ. അവൻ പെട്ടെന്ന് റാപ്പ് എഴുതുമ്പോൾ ഈ കാലകത്തി വെച്ചപ്പോൾ കരിപിടിച്ച് തത്തമ്മാന്ന് എഴുതി കഴിഞ്ഞാൽ എല്ലാവരും ഒന്നും അത്രയും ഇവോൾവഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാം ഭയങ്കര നന്നായിട്ട് ചിന്തിക്കുന്ന ഒരു ഫോമാറ്റിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല ബേബിയുടെ ചുറ്റുമുള്ള ആൾക്കാർ. അവർക്ക് മൊത്തത്തിലൊരു കൾച്ചറൽ ഷോക്ക് എന്നൊക്കെ പറഞ്ഞ ആയിരുന്നോ? പിന്നെ കൾച്ചറൽ ഷോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഇത് ട്രെൻഡിങ്, മറ്റേ ഈ ഇൻസ്റ്റാഗ്രാം, ഈ കോവിഡ് ഇതൊക്കെ വന്നതിൻ്റെ ശേഷം എല്ലാവരുടെ കയ്യിലും ഫോണുമായി റീല് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ആ ഒരു സമയത്താണിത് കയറി പൊട്ടണത്. അപ്പോൾ ഉമ്മക്ക് വിളിച്ചിട്ട് കരച്ചിലും പിരിച്ചിലൊക്കെ എന്താ ഇതിനെ ചോദിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു ഉമ്മാട് പിന്നെ ചതി വഞ്ചന എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത്, ഞാനൊരു കറുത്ത കാറ് ഉണ്ട്, അതിൻ്റെ പേര് തത്തമ്മ എന്നാണ് പുറത്ത് വിളിക്കണത്. അവർക്ക് ഇങ്ങനെ പറഞ്ഞാലാണ് കൺവീനിയൻ്റ് ഉള്ളൂ, അല്ലാണ്ട് ഞാൻ മറ്റാളാണ്, ഞാൻ ഭയങ്കര ആളാണ്, ഇത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാവം എന്താ അറിയാനാ. അപ്പം ഇത് ഞാൻ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അതേപോലെ കവർ പിക്ചർ ഉമ്മ ചോദിച്ചത് ഞാൻ വിചാരിച്ച ആദ്യം എന്തൊക്കെ കയ്യിൽ ടയർ വെച്ചിരിക്കാണ്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു അതൊക്കെ എഡിറ്റിംഗ് ആണ്, പിന്നെ അത് ആരുടെ ഇതാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതൊക്കെ ഭയങ്കര എന്താ പറയാ ദാരിദ്ര്യം ആണെന്ന് ഞാൻ പറയില്ല, ലൈംഗിക ദാരിദ്ര്യമാണോന്ന് പറയാൻ പറ്റില്ല. എനിക്കതിന് ചിലപ്പോൾ അത് ഞാൻ കുറേ ആൾക്കാർക്ക് ആ ഒരു ആർട്ടിനെ ആർട്ടായിട്ട് കാണാനുള്ളൊരു ഉൾക്കൊള്ളാനുള്ളൊരു ഇതിലേക്കൊക്കെ എത്തി തുടങ്ങണുള്ളൂ എന്ന് തോന്നുന്നുണ്ട് കുറേ പേര്. കുറേ സൈഡുകളുണ്ട്, നമ്മുടെ സൈഡ് ഇങ്ങനെ ഞാൻ ഒതുക്കി. ഈ റാപ്പറൊക്കെ ആവണൊക്കെ മുമ്പേ ഫാഷൻ ഡിസൈനിങ് പഠിച്ചൊരു ബേബി ജിന്നില്ലേ,
അവിടെ നിന്ന് ആരൊക്കെ കൺവിൻസ് ചെയ്യേണ്ട വന്നു ഞാൻ ഇതാണ് എൻ്റെ ലൈഫാക്കാൻ പോണേ എന്നൊക്കെ തീരുമാനിക്കാൻ? ഫാഷൻ ഡിസൈനിങ് ഇത് കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഈ ഫാഷൻ ഡിസൈനിങ് തന്നെ സമ്മതിച്ചിട്ടൊന്നുമില്ല. ഉമ്മ അങ്ങനെ കുറച്ച് ധനസഹായമൊക്കെ തന്ന് ഉമ്മാക്കും അറിയില്ല എന്താണ് ചെക്കൻ ചെയ്യാൻ പോണെന്നുള്ളത്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വന്നിട്ടുണ്ട് ഇങ്ങനെ ഫാഷൻ്റെ കാര്യം തന്നെ. അപ്പോഴാണ് അടുത്തത്. അപ്പോഴും ഇത് എന്താണ് ചെയ്യുന്നതെന്നുള്ളത്, ഈ റാപ്പ് എന്ന് പറഞ്ഞ സാധനം എന്താണെന്നുള്ളതൊന്നും അവർക്കും അറിയില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് ചോദ്യം അത്ര ഉണ്ടായിരുന്നില്ല. പക്ഷേ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 റുപ്യ അയച്ചു കൊടുക്കുക, വീട്ടുകാർ ഹാപ്പിയാണ്. ആരെയും ഉപദ്രവിക്കാണ്ടില്ല, വലിയ അനർത്ഥങ്ങളൊന്നും അവരുടെ മേൽക്കെടുക്കില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മേജർ ഫാമിലീസൊക്കെ ഹാപ്പിയാണ്. ആ ഒരു ഇതുള്ളത് കൊണ്ട് ഞാൻ കുറേയൊക്കെ, അതായത് പെട്ടെന്ന് എനിക്ക് ഗ്രാഫ് വെറി ഉണ്ടായിരുന്നു. അതായത് ഇൻ ദ സെൻസ് ഭയങ്കര പെട്ടെന്ന് എനിക്ക് റിസൾട്ട് വേണം എന്നുള്ളൊരു പ്രഷർ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഫാഷൻ പഠിക്കുന്ന സമയത്താണെങ്കിൽ അതിൽ നിന്നൊരു ഏൺ ചെയ്യുന്ന ഒരു സമയത്താണ് ഞാൻ ഈ ഒരു ഇതിലേക്കും കിടക്കുന്നത്. സോ എനിക്ക് ഫാഷനിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇതാണ് ഒരു ലെവൽ, മാക്സ് എന്നല്ല ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു സേഫ് സോണിൽ നിൽക്കുക. ഞാൻ ഫാഷനിൽ നിന്ന് ഇവിടെ എത്തുമ്പോഴാണ് ഒരു മ്യൂസിക് എന്ന് പറഞ്ഞ പരിപാടി ഇവിടെ വരുന്നത്. അപ്പം അതിങ്ങനെ പൊക്കിക്കൊണ്ടിരുമ്പോൾ ഇത് ആവറേജിൽ നിന്നും അല്ലെങ്കിൽ ഇതിൽ നിന്നും മിനിമത്തിൽ നിന്നും ഡൗൺ ആയിട്ട് ഒരു പോയൊരു ഇൻകം പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു മിഡ് സ്റ്റേജിൽ കുറച്ച് സ്ട്രഗ്ലിങ് ആയിരുന്നു. വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാനും നോക്കുമ്പോൾ പിന്നെ ആ ഒരു ഇത്രയും പ്രഷർ കൂടുതലുള്ളതുകൊണ്ട് എന്താണെന്നറിയില്ല, എന്താ പറയുക, ഭാഗ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഒക്കെ കൂടെ ബ്ലെൻഡായിട്ട്. സാമ്പത്തിക ഞെരുക്കൊക്കെ ഉണ്ടായിരുന്നോ? സാമ്പത്തികമായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. സാമ്പത്തികമായിട്ട് ഒരു 5 റുപ്യ ഉണ്ടായിരുന്നില്ല. അതായത് പക്ഷെ ഞാനിങ്ങനെ വീട്ടിൽ വിളിച്ച് പറയണം, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ വരുമ്പോൾ പഠിക്കാൻ ഒരു കുറച്ച് പൈസ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ആ ഒരു അക്കൗണ്ട് കുറഞ്ഞു തുടങ്ങി. അപ്പോൾ പിന്നെ ഇങ്ങനെ ചോദ്യങ്ങൾ വന്നു തുടങ്ങി. അപ്പം ഞാനിങ്ങനെ പറയുമായിരുന്നു, ഓക്കെ ഇത് വീട്ടിൽ നിന്ന് മേടിക്കുന്നതിന് പരിധി ഉണ്ടല്ലോ, ഞാനത് മേടിക്കൽ കുറച്ച് വരും, ചുരുങ്ങാതെ ചോദില്ല, വൈകാതെ തന്നെ ഇത് ഞാൻ ചുരുക്കും, ഇത്ര മാസത്തിനുള്ളിൽ ഞാൻ ചുരുക്കും, ഞാൻ എന്നിട്ട് സ്വന്തമായിട്ട് എൻ്റെ കാര്യങ്ങൾ നോക്കാനൊക്കെ ആവും, കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നിങ്ങളാണ്ട് അയച്ചു തരും. അപ്പോൾ ആ ഒരു ഗ്രാഫിൽ കൂടെ എനിക്ക് പോകാൻ പറ്റിയെന്നുള്ളതാണ്. ആ ഒരു വാക്ക് വീട്ടുകാരെ ബോധിപ്പിക്കാൻ പറ്റി. ഉമ്മമാക്ക് കൊടുത്ത വാക്കെന്ന് വെച്ചാൽ ഉമ്മ ഇതേപോലെ തന്നെ ഗ്രാഫി എപ്പോഴാണ് തടി നന്നാക്കുക എന്നുള്ള. ഞാൻ ഉമ്മ ആദ്യം തടിയൊക്കെ ഒന്ന് നല്ലോണം ക്ഷീണിക്കും, എന്നിട്ട് തടിയൊക്കെ ഒന്ന് സെറ്റായി വരും. ഒക്കെ ഈ നമ്മുടെ പണിയെടുത്ത പൈസ ബേസ് ചെയ്തിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ. അല്ലാതെ അവരങ്ങനെ പാഷൻ പരിപാടി ഇത് ഒക്കെ ഈ സക്സസ് ആയി അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഒന്നും അവരുടെ കുറ്റം പറയില്ല. അവിടെ ഇപ്പോഴും അങ്ങനത്തെ ഒരു ഇതൊക്കെ ആയി. നമ്മളവിടെ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജോലിയാണെങ്കിൽ ഉഷാറ്, ഗൾഫിൽ പോയാൽ ഉഷാറ്. ഇതാണ് റാപ്പ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് പണം ഉണ്ടാക്കി പെർഫോമൻസ് ചെയ്ത് അങ്ങനെ ഒരു ലിവിങ് ഉണ്ടാക്കാൻ പറ്റും. ആ വിശ്വാസം ശക്തമായിരുന്നോ മനസ്സിൽ? ഇല്ല, ഞാൻ അങ്ങനെ ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു മൂഡിൽ പിടിച്ചിരുന്നില്ല. ഞാൻ അപ്പോഴും എനിക്ക് എൻ്റെ ഒരു ഇഷ്ടത്തിൽ ട്രാക്ക് ഇറക്കാം, ഫാഷൻ ഇവിടെ കൊണ്ടുപോകാം, കോസ്റ്റ്യൂം ഡിസൈനിങ് ചെയ്യാം. ഫാഷൻ ഒന്നും കൂടെ 1 വർഷത്തെ പഠിച്ചത് 4 വർഷം ഒന്നും പഠിക്കാനുള്ള പൈസയും പരിപാടി എൻ്റെ ഇല്ല, വീട്ടുകാരിലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 1 ഇയർ പേരിന് പഠിച്ച് ആ ഒരു കെയർ ഓഫിൽ ഇവിടുത്തെ ആൾക്കാരെ കുറച്ച് കോണ്ടാക്ട്സൊക്കെ ഒപ്പിച്ച് നമ്മുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ സെൽഫായിട്ട് പറ്റണ പോലെയൊക്കെ ചെയ്ത് അതങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ ഇതിങ്ങനെ ഇതും കൂടെ ഒരു സമയം കിട്ടുമ്പോൾ എഴുതി നോക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ ഒരു കല പുറത്ത് വരുമ്പോൾ രസമുണ്ട്, ഒരു ബീറ്റിൻ്റെ കൂടെ ഒക്കെ വരുമ്പോൾ രസമുണ്ട്. അങ്ങനെ ട്രിപ്പായി പിടിച്ചതാണ്, ഒരു ട്രിപ്പ് കയറി രസമുണ്ട് എന്നുള്ളൊരു ഇതിൽ പിടിച്ചതാണ് മ്യൂസിക്കൊക്കെ. ഈ ബന്ധാന 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 വേണമെന്ന് പറയുന്നൊരു ഇതിനകത്ത് പാഷൻ മുറുകെ പിടിക്കണം, അത് എന്തൊക്കെ വന്നാലും നമ്മുടെ ആ ഒരു എയിം വിട്ട് കളിക്കരുത് എന്നുള്ള ഇമോഷനാണ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ പാഷൻ മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട് ബേബീജിൻ എന്താ ശരിക്കും ചെയ്തിരുന്നത്? കുടിക്കണ കഞ്ഞിക്ക് വകയിലാണെങ്കിലും നമ്മൾ ആ ഒരു പാഷൻ മുറുകെ പിടിക്കാൻ സാക്രിഫൈസ് തന്നെയാണ്. ഇപ്പോൾ കുറേ കാര്യങ്ങൾ ഇപ്പം സാക്രിഫൈസ് ഇൻ ദ സെൻസ് നമുക്കിപ്പോൾ ഷെൽട്ടർ ആണെങ്കിലും ഫുഡാണെങ്കിലും ഭയങ്കര സൗകര്യത്തിലുണ്ടായിക്കോളന്നില്ല തുടക്കത്തിൽ. അതായത് ഞാൻ സാക്രിഫൈസ് ചെയ്ത കാര്യങ്ങൾ ആണെങ്കിൽ ഫുഡ്, ഷെൽട്ടർ, അതേപോലെ കുറേ ആഗ്രഹങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ ഈ അലമ്പാൻ പറ്റുന്ന കുറേ ഒരു ടൈം തളപ്പിൻ്റെ നടുവിൽ ഫ്യൂച്ചർ കാണുക എന്നുള്ളൊരു പരിപാടി, അതൊക്കെ നമ്മൾ റിയാലിറ്റിയിൽ നിന്ന് എടുത്ത് എഴുതുന്ന കുറേ, അതായത് നമുക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസാണ് ഫക്ഡപ്പായി പോകാനുള്ളത്. കാരണം കൊച്ചി ഫാഷൻ നമ്മൾ കാണുന്ന ആൾക്കാർ ആൻഡ്
സോഴ്സ് കുറേ കാര്യങ്ങളുടെ. അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ അത്രയും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ കോറിൽ മെയിനായിട്ട് അതിനൊരു പ്രയോറിറ്റി അല്ലെങ്കിൽ അത് ചെയ്താലേ ഞാനിവിടെ എന്ത് ഫാഷൻ്റെ മറ്റേ ഷാറൂഖ് ഖാനാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എൻ്റെ വീട്ടിൽ ഞാൻ ഫീഡ് ചെയ്താലേ എനിക്കൊരു വില ഉണ്ടാവുള്ളൂ ആസ് എ മാൻ എന്നുള്ളൊരു ഇതിൽ. അത് എനിക്ക് എപ്പോഴും ഒരു ബേസിക് ഉണ്ടായിരുന്നു. അപ്പം അത് ആലോചിക്കുമ്പോൾ ഓക്കെ നീ അലമ്പിക്കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളൊരു തോട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ താമസത്തിൻ്റെ ആണെങ്കിലും ഇപ്പോൾ പറഞ്ഞ പോലെ ഭക്ഷണത്തിൻ്റെ നമ്മളെ വസ്ത്രമാണെങ്കിലും കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഭക്ഷണം എങ്ങനെ സാക്രിഫൈസ് ചെയ്യുക? ഭക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ നമ്മൾ ഉണ്ടാക്കും. നമ്മൾ ഒരു ഹോട്ടലിൽ നിന്ന് തിന്നാം. 250 രൂപ ഉണ്ട് നമുക്ക് ഹോട്ടലിൽ നിന്ന് തിന്നാം. പക്ഷെ മറ്റന്നാൾ തിന്നാൻ പറ്റില്ല. അതേപോലെ വീട്ടിൽ നിന്ന് മേടിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ പണിയെടുത്ത പൈസ നമ്മളെ ഇപ്പം ഇതേപോലെ ഈ ബണ്ടാന ട്രാക്ക് എന്ന് പറഞ്ഞത് ഞാനൊരു ബീറ്റിന് അല്ലെങ്കിൽ അതിൻ്റെ മിക്സർ മാസ്റ്ററിന് അന്നൊരു 10 രൂപ 12 രൂപ ഉണ്ട്. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് കളക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അതിനിങ്ങനെ കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യണം. അപ്പോൾ ചോറുണ്ടാക്കും, ഒരു ചമ്മന്തി ഇറക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ ഭയങ്കര കഷ്ടപ്പാട് പട്ടിണിന്നൊന്നല്ല, ട്രിക്ക് ആൻഡ് ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും പരിപാടി എടുക്കാം എന്നുള്ളൊരു സാധനത്തിൽ പിടിച്ചു. സോൾ ബിൽ ഓഫ് സെയിൽ, അതാണ് ഡോക്യുമെന്റ് കായുടെ തുടക്കത്തിൽ കൊടുക്കുന്നത്. അതെ, നമ്മളൊരു ആത്മാവിനെ വിറ്റിട്ട് പണം ഉണ്ടാക്കിയിട്ട് ഒരാൾ വേറൊരു ലെവലിലേക്ക് പോവാണ് ലൈഫിൽ. അതാ നമുക്ക് കിട്ടിയ ഇന്റർപ്രിട്ടേഷൻ. അത് തന്നെയാണോ ബേബി ഉദ്ദേശിച്ചത്? ഞാൻ എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് ട്രാക്ക് എഴുതുമ്പോൾ ആ ഒരു ബേസിക് കോറ് ട്രാക്കിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺഎഡ്യൂക്കേറ്റഡ് എന്ന് പറയാമോ, അല്ലെങ്കിൽ തീരെ ഉത്തരവാദിത്തം ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരുപാട് അടിച്ചമർത്തപ്പെട്ട ആളെ അല്ലെങ്കിൽ ഒരുപാട് സാമൂഹ്യ ബോധമില്ലാത്ത ഒരാൾക്ക് കയ്യിൽ, അതായത് ആളെടുത്ത റിസ്കിൻ്റെ പരമായിട്ട് കുറേ ഇത് വരികയാണ്, ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു കുറേ ക്യാഷ് വരികയാണ്. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കാൻ അറിയില്ല. അല്ലെങ്കിൽ കുറേയൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്, കുറേയൊക്കെ ആളുടെ ഒരു എന്താ പറയുക കുത്തിക്കഴപ്പ് എന്ന് പറയുമല്ലോ, ആ ഒരു രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അവർ രണ്ട് രീതിയിലും അതിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. പക്ഷെ ആളൊരു ചതി ചെന്ന് പെടുന്നു, അമിത ആൾക്കാരുടെ വിശ്വാസം കാരണം അല്ലെങ്കിൽ അമിത കോൺഫിഡൻസ് കാരണം ചതി ചെന്ന് വിടുന്നു. ആൻഡ് ഹീ ഈസ് ഗെറ്റിംഗ് ബാക്ക് ടു ഹിസ് ബിസിനസ് എന്നുള്ള സാധനത്തിലാണ്. പിന്നെയാണ് നമ്മൾ MHB നമ്മൾ കോൺട്രിബ്യൂഷൻ വരുന്നത്. ഐ മീൻ ട്രാക്ക് ഓഡിയോ തൊട്ടവരുണ്ട്, വീഡിയോ ഇത്രയും ആയി കഴിഞ്ഞതിന് ശേഷം അപ്പം നമ്മൾ നല്ലൊരു പ്രൊജക്റ്റ് എന്ന് ആലോചിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഗ്ലാമറസ് സൈഡ്, ഡീറ്റെയിലിങ്, ഇപ്പോൾ അതിൻ്റെ ഇങ്ങനെ കുറേ മിസ്റ്റീരിയസ് കാര്യങ്ങൾ, അതിൻ്റെ സ്റ്റോറി, കറക്റ്റ് ഒരു സ്റ്റോറി ഉണ്ടാക്കുക, അതൊക്കെ ഒരുപാട് അങ്ങനെ ഹെൽപ്പ് ചെയ്ത് മൊത്തത്തിൽ അങ്ങനെ ഒരു ആയി വന്നതാണ് കായ് എന്ന് പറഞ്ഞ വീഡിയോ. ഈ ആക്രമണം നേരിട്ട സമയത്തും ഈ തിരിച്ചു വരുന്ന സമയത്ത് എവിടെയെങ്കിലും ബേബി ജിം പോയിട്ട് നീ ഓക്കെ ആണോ എന്ന് ചോദിച്ച സമയമുണ്ടോ? റിനിയേഷൻ ഞാൻ അവനെ കണ്ടിട്ടില്ല. അതായത് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു, അപ്പം പറഞ്ഞ ഞാൻ ബ്രേക്കിലാണ്, ആയിക്കോട്ടെ നമ്മളങ്ങനെ മറ്റേ നീ ഓക്കെ ആണോ, ഫോം വെക്കുമ്പോൾ ടേക്ക് കെയർ, നമ്മൾ അവിടുന്ന് അങ്ങനെ ശീലിച്ചല്ലേ, എനിക്കറിയാം ഓനോ ഓക്കെ അല്ലെങ്കിൽ ഓക്കെ എനിക്ക് ബ്രേക്ക് വേണമെങ്കിൽ. അല്ലാണ്ട് ഞാനിങ്ങനെ വിളിച്ചു ചോദിച്ചില്ലെങ്കിൽ എനിക്ക് ഓനോടുള്ളൊരു ബന്ധത്തിൽ എന്തെങ്കിലും അകൽച്ച ഉണ്ടെന്ന് ഓനക്ക് തോന്നുമോ, അങ്ങനത്തെ ഒരു തോട്ടില്ല. തുണി അയച്ചിട്ട് ബന്ധമാണ്. അതായത് അതിപ്പോൾ ഏറിപ്പോയി കഴിഞ്ഞാലും അത് ഇത്ര ഇന്നുണ്ട്, ഇനിയിപ്പോൾ ഒരു 5 കോടി കൊടുത്താലും എനിക്ക് ഇടങ്ങറുണ്ടാക്കുന്ന കാര്യമൊന്നും ചെയ്യില്ല എന്നുള്ളത് അറിയാം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.